ഹായ്, നമസ്കാരം. നിങ്ങളൊരു കച്ചവടക്കാരനാണോ? രാവിലെ നിങ്ങൾ കട തുറക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, സാധനങ്ങളെല്ലാം റെഡിയാണ്, രാത്രി കടയടയ്ക്കുന്നു. പക്ഷെ ആ ദിവസം വന്ന കസ്റ്റമർ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത കടയിലോ നല്ല തിരക്കാണ്. നമ്മുടെ കടയിലെ മുന്നിൽ കൂടെ ആൾക്കാർ നടക്കുന്നു, പക്ഷെ ആരും അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ പറയും മാർക്കറ്റ് വളരെ മോശമാണ്, ആളുകളുടെ കയ്യിൽ കാശില്ല, ഓൺലൈൻ ബിസിനസ്സുകാരെല്ലാം നശിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, കസ്റ്റമർ ഇല്ലാത്തതാണോ യാഥാർത്ഥ പ്രശ്നം? അതോ നിങ്ങളുടെ ബിസിനസ് ഇവിടെയുണ്ടെന്ന് കസ്റ്റമർക്ക് അറിയാത്തതാണോ പ്രശ്നം? നിങ്ങളൊരു ഗ്രോസറി കടയോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയോ ടൈലറിംഗ് ഷോപ്പോ ബേക്കറിയോ ബ്യൂട്ടി പാർലറോ മൊബൈൽ ഷോപ്പോ ഹോട്ടലോ ജനസേവന കേന്ദ്രമോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. കാരണം കസ്റ്റമറെ കൊണ്ടുവരാൻ ലക്ഷങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഈ 5 കാര്യങ്ങൾ ശരിയാക്കിയാൽ മതി. 1, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ രൂപം തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ പരസ്യം. ഒരു കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ ക്വാളിറ്റി അല്ല, ബോർഡാണ്, വൃത്തിയാണ്, വെളിച്ചമാണ്. പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ലഭിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ എന്നതാണ് വിജയം. ഒരു ജനസേവന കേന്ദ്രമാണെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് മാത്രം ബോർഡിൽ എഴുതിയാൽ പോരാ. പാൻ കാർഡ്, പാസ്പോർട്ട്, GST, പ്രിന്റിങ് മുതലായ തുടങ്ങിയ പ്രധാന സേവനങ്ങളും എടുത്തെഴുതേണ്ടതാണ്. ഒരു ടൈലറിംഗ് ഷോപ്പാണെങ്കിൽ നിങ്ങൾ ചെയ്ത നല്ല ഡിസൈനുകളുടെ ഫോട്ടോ കാണിക്കുക. ഒരു ബേക്കറി ആണെങ്കിൽ ഫ്രഷ് ഉൽപ്പന്നങ്ങൾ മുന്നിൽ വെക്കുക. ഒരു പച്ചക്കറി കടയാണെങ്കിൽ പച്ചക്കറികൾ വൃത്തിയായി ഭംഗിയായി ക്രമീകരിക്കുക. ഒരു മൊബൈൽ ഷോപ്പാണെങ്കിൽ റിപ്പയറിംഗ്, ആക്സസറീസ്, റീചാർജ് തുടങ്ങിയ സേവനങ്ങൾ പുറത്തു നിന്ന് തന്നെ കാണണം. ഓർക്കുക, കസ്റ്റമർ ആദ്യം വാങ്ങുന്ന നിങ്ങളുടെ ഉൽപ്പന്നമല്ല, നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്. രണ്ടാമത്തേത്, കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു കാരണം വേണം. നിങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ നാട്ടിൽ വേറെയും ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർ എന്തിനാണ് നിങ്ങളുടെ സ്ഥാപനത്തേക്ക് വരേണ്ടത്? നിങ്ങളുടെ പ്രത്യേകത എന്താണ്? വേഗത്തിലുള്ള സേവനമോ, ഹോം ഡെലിവറിയോ, നല്ല പെരുമാറ്റമോ, പറഞ്ഞ സമയത്ത് ജോലി പൂർത്തിയാക്കുന്നതോ, എല്ലാ സേവനങ്ങളും ഒരിടത്ത് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഗ്രോസറി കട വെച്ച് പറയാം. വാട്സാപ്പിൽ ലിസ്റ്റ് അയച്ചാൽ സാധനങ്ങൾ വീട്ടിലെത്തിക്കും. ഒരു ടൈലറിംഗ് ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ തീയതിക്ക് തന്നെ വസ്ത്രങ്ങൾ തയ്യാറാക്കി നൽകും. ഒരു ജനസേവനത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഞങ്ങൾ തന്നെ പരിശോധിച്ചറിയിക്കും. ഒരു മൊബൈൽ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയ റിപ്പാണെങ്കിൽ ആ ദിവസം തന്നെ പൂർത്തിയാക്കി തരും. എല്ലാ കാര്യത്തിലും നമ്മൾ മികച്ചവരാകേണ്ടതില്ല, പക്ഷേ ഒരു കാര്യത്തിൽ ആളുകൾ നിങ്ങളെ ഓർക്കുന്ന രീതിയിൽ മികച്ചവരായാൽ മതി. മൂന്നാമത്തെ കാര്യം, നമ്മൾ പുതിയ കസ്റ്റമറെ മാത്രം അന്വേഷിക്കരുത്. ഒരിക്കൽ വന്ന കസ്റ്റമറെ വീണ്ടും വരുന്നെന്ന് ഉറപ്പാക്കണം. പുതിയ കസ്റ്റമറെ കൊണ്ടുവരാൻ പണം ചെലവാകും, പക്ഷേ പഴയ കസ്റ്റമറെ വീണ്ടും കൊണ്ടുവരാനോ നല്ല സേവനം മതി. കസ്റ്റമർ കടയിൽ വന്നാൽ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. സാധനം ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറയരുത്. നാളെ എത്തിക്കാം, വന്നാൽ വിളിക്കാം എന്ന് പറയുക. ജനസേവന കേന്ദ്രത്തിന്റെ കാര്യമാണെങ്കിലോ അപേക്ഷ പൂർത്തിയാൽ കസ്റ്റമറെ വിളിച്ചറിയിക്കുക. ഒരു ടൈലറിംഗ് ഷോപ്പ് ആണെങ്കിലോ വസ്ത്രം റെഡിയായാൽ സന്ദേശം അറിയിക്കുക. അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിലോ അടുത്ത സർവീസ് തീയതി എന്നാണെന്ന് കൃത്യമായി വിളിച്ച് ഓർപ്പിക്കുക. ബ്യൂട്ടി പാർലർ ആണെങ്കിലോ അടുത്ത അപ്പോയിന്റ്മെന്റിനെ നമ്മൾ അറിയിക്കുക. പലപ്പോഴും കസ്റ്റമർ വീണ്ടും വരുന്നത് കുറഞ്ഞ വില കൊണ്ട് മാത്രമല്ല, അവർക്ക് ലഭിച്ച നല്ല അനുഭവം കൊണ്ടാണ് അവർ രണ്ടാമതും നമ്മളെ ഷോപ്പിൽ തേടി അന്വേഷിച്ചു വരുന്നത്. നാലാമത്തത്, വാട്സാപ്പ് നിങ്ങളുടെ സൗജന്യ മാർക്കറ്റിംഗ് ടൂളാക്കുക എന്നതാണ്. ഒരു ചെറിയ ബിസിനസ്സുകാരന് ഇന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായ മാർക്കറ്റിംഗ് മാർഗമാണ് വാട്സാപ്പാണ്. കസ്റ്റമറുടെ അനുമതിയോടെ നമ്പർ സൂക്ഷിക്കുക. വാട്സാപ്പ് ബിസിനസ് പരമാവധി ഉപയോഗിക്കുക. പുതിയ ഉൽപ്പന്നം, പുതിയ സേവനം, ഓഫർ, അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ സ്റ്റാറ്റസായി ഇടുക. ജനസേവന കേന്ദ്രമാണ്, സ്കോളർഷിപ്പ് അപേക്ഷ ആരംഭിച്ചു. ബേക്കറി ആണെങ്കിൽ ഇന്നത്തെ ഫ്രഷ് സ്നാക്സ് തയ്യാറായി എന്ന്. ടെക്സ്റ്റൈൽസ് ആണെങ്കിലോ പുതിയ ഉത്സവ കളക്ഷൻ എത്തിയിട്ടുണ്ട്. പച്ചക്കറി കടയാണെങ്കിൽ ഇന്നത്തെ പുതിയ പച്ചക്കറികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ദിവസവും അനാവശ്യമായി നിരവധി സന്ദേശങ്ങൾ അയക്കരുത്. ആഴ്ചയിൽ 1-2 പ്രയോജനമായ മെസ്സേജ് മതി. ഇന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്ന ഒരാളായിരിക്കും നാളത്തെ നിങ്ങളുടെ കസ്റ്റമർ. അഞ്ചാമത്തത്, വലിയ ഡിസ്കൗണ്ട് അല്ല, ചെറിയ സൗകര്യങ്ങൾ നൽകുക. അതായത് ഓഫർ എന്ന് പറഞ്ഞാൽ വില കുറക്കണം എന്നില്ല. കസ്റ്റമറുടെ സമയം ലാഭിക്കുന്നതും ഒരു ഓഫറാണ്. ഗ്രോസറി കടയിലാണെങ്കിൽ നിശ്ചിത തുകയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചാൽ സൗജന്യമായ ഡെലിവറി നൽകാം. പച്ചക്കറി കടയിലാണെങ്കിൽ കുടുംബത്തിനുള്ള റെഡിമെയ്ഡ് വെജിറ്റബിൾ കിറ്റ് നൽകാം. ടൈലറിംഗ് ഷോപ്പാണ്, ചെറിയ ഓൾട്രേഷൻ വർക്കെല്ലാം സൗജന്യമായി നമുക്ക് ചെയ്തു കൊടുക്കാം. ജനസേവന കേന്ദ്രത്തിലാണ് ആവശ്യമായ ഡോക്യുമെന്റിലെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് ആദ്യം കൊടുക്കാം. മൊബൈൽ ഷോപ്പാണെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ പോലുള്ള സൗജന്യമായി നമുക്ക് നഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സൗജന്യമായി നമുക്ക് ചെയ്തു കൊടുക്കാം. വർക്ക്ഷോപ്പ് ആണെങ്കിലോ സൗജന്യ പ്രാഥമിക പരിശോധന നമുക്ക് നൽകാം. ഒരു ചെക്കിംഗ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓഫർ ലക്ഷ്യം ലാഭം നഷ്ടപ്പെടുത്തുക എന്നല്ല, കസ്റ്റമറെ ആ സ്ഥാപനത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയും വീണ്ടും വരാനുള്ള കാരണം നൽകുകയും ചെയ്യുന്നു എന്നതിലാണ് ഓഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോ പുറത്തു നിന്ന് എടുത്തു നോക്കുക. ഒരു കസ്റ്റമറുടെ കണ്ണിലൂടെ അത് നോക്കുക. ബോർഡ് വ്യക്തമാണോ? നിങ്ങൾ എന്താണ് നൽകുന്നത് മനസ്സിലാകുന്നുണ്ടോ? അകത്തേക്ക് കയറാൻ തോന്നുന്നുണ്ടോ? ശേഷം നിങ്ങളുടെ ബിസിനസ്സിന് പ്രത്യേകത എഴുതുക. പഴയ 10 കസ്റ്റമർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ സ്ഥാപനം ചേർക്കുകയോ
ഒരു ചെറിയ ഓഫറോ പുതിയൊരു സൗകര്യമോ നിങ്ങൾ പ്രഖ്യാപിക്കുക. സുഹൃത്തുക്കളെ, കട തുറന്നു വെച്ചുകൊണ്ട് കസ്റ്റമറെ കാത്തിരിക്കുക മാത്രം ചെയ്താൽ പോരാ. ഇന്നത്തെ കാലത്ത് ബിസിനസ് ഒരിക്കലും അത് വളരാൻ സാധിക്കില്ല. നിങ്ങളുടെ ബിസിനസ് നല്ലതായാൽ മാത്രം പോരാ, നിങ്ങൾ നല്ലവരാണെന്ന് ആളുകളെ അറിയിക്കണം. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് അവർക്കുള്ള പ്രയോജനം എന്താണെന്ന് അവർക്ക് മനസ്സിലാകണം. ഓർക്കുക, കസ്റ്റമർ നിങ്ങളുടെ കട കണ്ടെത്തുമെന്ന് നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ബിസിനസിനെ കസ്റ്റമറുടെ മുന്നിൽ എത്തിക്കുക. ഇന്ന് തന്നെ ഈ 5 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നടപ്പിലാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ലളിതവും പ്രായോഗികവുമായ ബിസിനസ് അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.